ഫലസ്തീൻ രാഷ്ട്രത്തിന് വഴിയൊരുങ്ങാതെ ഇസ്രായേലുമായി ബന്ധമുണ്ടാകില്ല എന്ന് സൗദി അറേബ്യ. നയതന്ത്ര ചാനൽ വഴി നിലപാട് വൈറ്റ് ഹൌസിനെ സൗദി അറേബ്യ അറിയിച്ചു. നാളെ നടക്കാനിരിക്കുന്ന സൗദി കിരീടാവകാശിയുടെ സന്ദർശനത്തിന് മുന്നോടിയായാണ് നിലപാട് വ്യക്തമാക്കിയത്. ഫലസ്തീൻ രാഷ്ട്രത്തിനുള്ള ഒരു സാധ്യതയും അംഗീകരിക്കാനാകില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട്. ഇതോടെ US ശ്രമങ്ങൾ വീണ്ടും പാളിയേക്കും. സൗദി കിരീടാവകാശിയുടെ US സന്ദർശനം നാളെയാണ്. ഇസ്രായേൽ സൗദി ബന്ധം നടപ്പാക്കി അബ്രഹാം അക്കോർഡിലേക്ക് കൂടുതൽ രാജ്യങ്ങളെ എത്തിക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. എന്നാൽ വിഷയത്തിൽ കൂടുതൽ പ്രതികരണം നടക്കാതിരിക്കാൻ നിലപാട് നയതന്ത്ര ഉദ്യോഗസ്ഥർ വഴി സൗദി USനെ അറിയിച്ചിട്ടുണ്ട്. US മാധ്യമങ്ങളും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമാകാം, പക്ഷേ സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിലേക്കുള്ള വഴിയൊരുങ്ങണം എന്നതാണ് സൗദി നിലപാട്. ഒക്ടോബർ 7 ശേഷം മറ്റുള്ളവർ ഒപ്പിട്ട പോലെ അബ്രഹാം അക്കോർഡിൽ ഒപ്പിടാൻ സൗദിക്ക് സാധിക്കില്ലെന്നാണ് US അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആവർത്തിക്കുന്നത്. ഇസ്ലാമിന്റെ ജന്മസ്ഥലവും മക്കയും മദീനയും സംരക്ഷിക്കുന്ന രാജ്യവുമാണ് സൗദി അറേബ്യ. അവർ ഇസ്രായേലിനെ അംഗീകരിക്കുമ്പോൾ പ്രദേശത്തെ ഏറ്റവും സങ്കീർണമായ വിഷയം പരിഹരിക്കാനുള്ള വഴി കൂടി കാണേണ്ടി വരും. അല്ലാത്തിടത്തോളം അത് ദേശീയ സുരക്ഷാ വിഷയമായി തുടരുമെന്നും US ഗൾഫ് മേഖലയിലെ നയതന്ത്രജ്ഞർ മാധ്യമങ്ങളോട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇക്കാര്യവും സൗദി USനെ അറിയിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. US ഇസ്രായേൽ ശ്രമങ്ങൾ സൗദി ബന്ധത്തിന് തുടരുന്നതാണോ കാരണമെന്നതും വ്യക്തമല്ല. സൗദി നിലപാടിന് മറുപടി നൽകണമെന്ന് ഇസ്രായേലിലെ തീവ്രപക്ഷ മന്ത്രിമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടെ ട്രംപ് വിഷയത്തിൽ നടത്തുന്ന പുതിയ ചർച്ചകളിൽ ഫലസ്തീൻ കൂടി ഉപാധിയായി വരുമെന്നും റിപ്പോർട്ടുകളുണ്ട്. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.